Hi all, welcome to ONCE Mathematics for Computer and Information Science 3 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതിലെ മോഡ്യൂൾ 2-ന്റെ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. മോഡ്യൂൾ 2-ലെ ഒരു ടോപ്പിക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻസ് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രോബബിലിറ്റി വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബബിലിറ്റിയിൽ നിന്ന് മാക്സിമം അപ്രോക്സിമേഷൻ ഈക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എത്രത്തോളം പോസിബിലിറ്റീസ് മാക്സിമം ആക്കി മാറ്റുക, 99% സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന രീതിയിലേക്ക് ഒരു പ്രോബബിലിറ്റി വാല്യൂവിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിലൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും അതിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അഥവാ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും f(x). സോ അതെങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ the PDF of a uniform distribution. ആദ്യം യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ ഇൻ ദ ഇന്റർവെൽ a, b ഒരു സ്പെസിഫൈഡ് ഇന്റർവെൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും a, b. a, b എന്ന് പറയുമ്പോൾ സപ്പോസ് ഇപ്പോ 0,2 അതൊരു ഇന്റർവെല്ലാണ്. ഓക്കെ, അതേപോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ f(x)ന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/b - a എന്നാണ്. അതായത് 1/b - a. ഓക്കെ, ഇൻ ദ ഇന്റർവെൽ a to b, a മുതൽ b വരെ ആയിരിക്കും അതിന്റെ ഇന്റർവെൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 0,2 ആണെങ്കിൽ a ആദ്യത്തെ എന്താണ് a, രണ്ടാമത്തെ എന്താണ് b. അങ്ങനെയാണെങ്കിൽ f(x) എന്തായിരിക്കും 1/2 - 0. അതായത് ആൻസർ എന്ത് വരും 1/2 എന്ന് വരും. ഓക്കെ, 1/2 - 0. ബാക്കി 0 ഫോർ അതർവൈസ് 0 ആണ് ബാക്കി എല്ലാ കേസുകളിലും. ഓക്കെ, സോ ഇങ്ങനെയാണ് വരുന്നത് f(x). ഓക്കെ, ഇത് f(x). ബാക്കി സാധാരണ മീൻ, വേരിയൻസ് ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ഇതിനെല്ലാത്തിനും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, എ ബസ് അറൈവ്സ് എവരി 15 മിനിറ്റ്സ് അറ്റ് എ ബസ് സ്റ്റോപ്പ്. ഓരോ 15 മിനിറ്റ് കൂടുന്തോറും ഒരു ബസ് സ്റ്റോപ്പിൽ അറൈവ് ചെയ്യുന്നുണ്ട്. അസ്യൂമിങ് ദ വെയിറ്റിംഗ് ടൈം ഫോർ എക്സ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഒരു വെയിറ്റിംഗ് ടൈം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് അസ്യൂം ചെയ്താൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ പേഴ്സൺ ഹാസ് ടു വെയിറ്റ് ഫോർ ദ ബസ്. രണ്ട് കേസസ് പറയുന്നുണ്ട്. സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം f(x) വേണം. സോ എന്താണ് f(x)? f(x) എന്താണെന്ന് നമുക്ക് നോക്കാം. f(x) ഈക്വൽ ടു എന്താണ് 1/b - a ആണ്. ഓക്കെ, 1/b - a. അതിൽ x ചേഞ്ചസ് ബിറ്റ്വീൻ a ആൻഡ് b. എക്കും ബിക്കും ഇടയിലാണ് എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ പറയുന്ന എ ബസ് അറൈവ്സ് എവരി 15 മിനിറ്റ്സ്. ഓരോ 15 മിനിറ്റ് കൂടുന്തോറും ബസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം 0 എന്ന് പറയുന്ന ടൈമിലാണ് അയാൾ ഒരു വ്യക്തി വെയിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. 0 എന്ന് പറയുന്ന ടൈമിൽ വെയിറ്റ് ചെയ്തുവെങ്കിൽ അടുത്ത് അയാൾക്ക് ബസ് കിട്ടുന്ന എത്രാമത്തെ സമയമാണ്? 15ാമത്തെ മിനിറ്റ് ആണ്. അപ്പൊ 0 മുതൽ 15 വരെ മാത്രമാണ് അയാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം മതി. ഓക്കെ അല്ലേ? 0 മുതൽ 15 വരെ വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 0 മുതൽ 15 വരെ, 0 to 15 വരെ വെയിറ്റ് ചെയ്താൽ മതി അയാൾ. ഓക്കെ, 0 മുതൽ 15 വരെ വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ f(x) is equal to എങ്ങനെ എഴുതാം? 1/15 - 0. അതായത് എന്ത് കിട്ടും? 1/15. അതിൽ x ചേഞ്ച് ചെയ്യുന്ന ഏതോട്ട് ഏതുവരെയാണ്? 0 to 15 വരെ. ഓക്കെ, ഇതാണ് എന്റെ f(x). f(x) equal to 1/15. x changes from 0 to 15. ഓക്കെ അല്ലേ? സോ ആ രീതിയിൽ f(x) കിട്ടി. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഫോർ എ പേഴ്സൺ ഹാസ് ടു വെയിറ്റ് ഫോർ മോർ ദാൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റിൽ കൂടുതൽ ഒരു പേഴ്സണ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രോബബിലിറ്റി എന്തെന്നാ പറയുന്നത്? 10 മിനിറ്റിൽ കൂടുതൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അയാൾ എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി? 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അല്ലെ? 10 മിനിറ്റിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ മാക്സിമം 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് മിനിമം 10 മിനിറ്റ്. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? മോർ ദാൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റിൽ കൂടുതൽ വെയിറ്റ് ചെയ്യണം. അതായത് ആ ഒരു പ്രോബബിലിറ്റി 10 മിനിറ്റിനേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ എങ്ങനെ വരും? ഇന്റഗ്രൽ 10 to 15. 10 മിനിറ്റിൽ കൂടുതൽ. അപ്പൊ മിനിമം 10 മിനിറ്റ്, മാക്സിമം എത്ര വരെ വെയിറ്റ് ചെയ്താൽ മതി? 15 മിനിറ്റ് വരെ മതി. അതുകൊണ്ടാണ് 10 to 15. 10 to 15 f(x) എന്താണ്? 1/15 dx. ഓക്കെ അല്ലേ? 1/15 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. f(x) എന്ന് പറയുന്നത് 1/15 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. സോ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 1/15 dx. ഇതിൽ 1/15 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ബാക്കി എന്താ ഉള്ളത്? ഇന്റഗ്രൽ dx. സോ 1/15 ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. എക്സിന്റെ ലോവർ ലിമിറ്റ് 10, അപ്പർ ലിമിറ്റ് 15. ഓക്കെ,
സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 15 മൈനസ് 10. 15 മൈനസ് 10 എത്രയാണ്? 5. സോ 1/15 ഇൻറ്റു 5 എത്ര വരും? കട്ട് ചെയ്ത് വരുമ്പോ 3. ആൻസർ എന്ത് വരും? 1/3. ഓക്കെ അല്ലേ? സോ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1/3. സോ അതാണ് ആദ്യത്തെ കേസിലുള്ള പ്രോബബിലിറ്റിയുടെ വാല്യൂ. ഇനി രണ്ടാമത്തെ കേസ് ബി. രണ്ടാമത്തെ കേസ് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബിറ്റ്വീൻ 5 ആൻഡ് 10 മിനിറ്റ്സ്, 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിൽ വേണ്ടി വരുന്ന പ്രോബബിലിറ്റി. ബിറ്റ്വീൻ 5 ആൻഡ് 10 മിനിറ്റ്സ് നോക്കാം എങ്ങനെയാണെന്ന്. സോ പി അറ്റ് 5 ആൻഡ് 10 മിനിറ്റ്സ്. ഓക്കെ, ബിറ്റ്വീൻ 5 ആൻഡ് 10 മിനിറ്റ്സ്. അതിൽ തന്നെ ഉണ്ട് ലിമിറ്റ്. എങ്ങനെയായിരിക്കും ലിമിറ്റ്? ഇന്റഗ്രൽ 5 to 10. ഇന്റഗ്രൽ 5 to 10 f of x dx. f of x dx. അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഇന്റഗ്രൽ 5 to 10 f of x. എന്താണ് f of x? 1/15. സോ 1/15 dx. ഇവിടെയും 1/15 എന്താണ്? കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ dx-ന്റെ ഇന്റഗ്രൽ x ആണ്. ലോവർ ലിമിറ്റ് 5, അപ്പർ ലിമിറ്റ് 10. ദെൻ എന്ത് വരും? 1/15 10 മൈനസ് 5. അപ്പോൾ 1/15 10 മൈനസ് 5. 10 മൈനസ് 5 എന്താണ്? 5. സോ ഇതും കട്ട് ചെയ്ത് പോകുമ്പോൾ 3. ദാറ്റ് ഈസ് ആൻസർ 1/3. അപ്പോ ഒരു പേഴ്സണിന് 10 മിനിറ്റിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രോബബിലിറ്റി എന്താണ്? 1/3 ആണ്. അതേപോലെ 5 മിനിറ്റിനും 10 മിനിറ്റിന് ഇടയിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രോബബിലിറ്റി എന്താണ്? 1/3 തന്നെയാണ്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. ഡയറക്റ്റ് ആയിട്ട് എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. അതെന്താണ്? 1/b മൈനസ് എ. എക്സ് ചേഞ്ചസ് ഫ്രം ഏത് തൊട്ട് ഏത് വരെയാണ്? എ ടു ബി വരെയാണ് എക്സ് ചേഞ്ച് ചെയ്യുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്ത് കാണാൻ പറ്റും നമുക്ക്? അതിലെ ഏതാണോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതിനനുസരിച്ചുള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. മോർ ദാൻ 10 മിനിറ്റ്സ്, 10 മിനിറ്റിൽ കൂടുതൽ വെയിറ്റ് ചെയ്യണം. പക്ഷേ അയാൾ മാക്സിമം എത്ര വരെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതി എന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? 10 to 15 എന്ന് എടുക്കേണ്ടി വന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? ബിറ്റ്വീൻ 5 ആൻഡ് 10 മിനിറ്റ്സ്, അതായത് 5 മുതൽ 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന പ്രോബബിലിറ്റി. അപ്പൊ ഇന്റഗ്രൽ 5 to 10 എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 1/10 dx. ബാക്കി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ച് വളരെ ചെറിയ ടോപ്പിക്കുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ക്ലാസ് കാണണം. താങ്ക് യു.